കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ 10 ദിവസം നീണ്ടുനിന്ന ജപമാല തിരുനാളിന് ജപമാല പ്രദക്ഷിണത്തോടെ ഭക്തിപൂർവമായ സമാപനം. 7000 മുഴം മുല്ലപ്പൂവിൽ തീർത്ത രഥത്തിലാണ് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം നടന്നത്. 101 പൊൻകുരിശും നിരവധി മുത്തുകുടകളും വാദ്യമേളങ്ങളും പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. ഫാദർ ജോസഫ് ഇടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു തിരുക്കർമ്മങ്ങൾ. കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ 10 ദിവസം നീണ്ടുനിന്ന ജപമാല തിരുനാൾ സമാപിച്ചു. പ്രസിദ്ധേന്തി വാഴ്ചയെ തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോസഫ് ഇടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസംഗം, ജപമാല, കാലടി പോലീസ് സ്റ്റേഷൻ കവലയിലേക്ക് ജപമാല പ്രദക്ഷിണം എന്നിവ നടന്നു. 7000 മുഴം മുല്ലപ്പൂവിൽ തീർത്ത രഥത്തിലാണ് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചത്. 101 പൊൻകുരിശും നിരവധി മുത്തുകുടകളും വിവിധ വാദ്യമേളങ്ങളും പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. പുഷ്പവൃഷ്ടിയോടെയാണ് പ്രദക്ഷിണം സമാപിച്ചത്. ഈ വർഷവും തിരുനാളിന് ചിലവഴിക്കുന്ന തുകയുടെ 10% കൂടാതെ മാതാവിന് മാല ചാർത്തുന്നവരിൽ നിന്നും ലഭിക്കുന്ന തുക പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. വികാരി മാത്യു മണവാളൻ, കൈക്കാരന്മാരായ ജോസ് താനത്താൻ, ജോയി മരോട്ടിക്കുടി, ജനറൽ കൺവീനർ സിബി ആന്റണി, വൈസ് ചെയർമാൻ പീറ്റർ ഇത്താപ്പിരി, ജോയിന്റ് കൺവീനർമാരായ ജോസ് തോട്ടങ്കര, സെയിന്റ് തോമസ്, സേവീസ് പോരോത്താൻ, അഖിൽ സ്റ്റീഫൻ, സണ്ണി തോട്ടപ്പള്ളി, തോമസ് ദേവസി, ജോയി പൂണോളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.